അപ്പോൾ ഇന്ന് നമ്മൾ പുഷ്പ 2 ദ റൂൾ അല്ലേ, അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഈ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത് തന്നെ പാട്നയിലാണ് അല്ലേ? പാട്നയല്ലേ? അപ്പോൾ അവിടെയാണ്. അതായത് ഈ സാധനം വർക്കായത് വടക്കന്മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ലുക്ക് ആൻഡ് ഫീൽ കുറെ കൂടെ അവർക്ക് റിലേറ്റബിൾ ആണ്. ഇത് നമ്മൾ ആ സ്ഥലപ്പേര് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ നാട്ടിൽ നടക്കുന്ന അവർക്കത് ഫസ്റ്റ് പാർട്ട് അവർക്ക് അത്രയും വർക്കായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു പടം കൊണ്ട് തന്നെ നല്ല, അതായത് ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള നടനായി മാറി എന്ന് പറയാം അല്ലു അർജുൻ. കാരണം ഇന്നത്തെ ആ ഈ ലോഞ്ചിന് തന്നെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു, അത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പുഷ്പ 2 ദ റൂൾ അതിൻ്റെ ട്രെയിലർ കണ്ടുപോകാം. ട്രെയിലർ പോടും. नाम छोटा है लेकिन साउंड बहुत बड़ा. KGF പോലെ എൻട്രി ഹെലികോപ്റ്ററിലാണ്. ഹിന്ദി ട്രെയിലറാണോ? അല്ലല്ല, శ్రీవల్లిన పెళ్ళం మాకు మూడింటే రక్తం కూడా ప్రపంచాన్ని చూపిస్తాను. ఓహో, ఫుడ్ ఫెటిషర్స్. തല ഇതിലെ ഇൻട്രോ പോലെയാണല്ലോ നമ്മുടെ മഹേഷിന്റെ വെറുതെ. ഓ, പാട്ടിൽ ഏതാ പുഷ്പ? അതാരാണ്? అది 7 కొండల మీద ఉన్న 7 సముద్రాలు దాటున్నా తెచ్చుకునేదే పుష్ప. പകുതും പറഞ്ഞുണ്ടല്ലോ. അത് ഫാദല്ലേ ട്രാൻസ്ലേറ്റ്? పుష్ప అంటే నేషనల్ అనుకుంటారా? ఇంటర్నేషనల్. ചെറുപ്പ് കത്തിക്കല്ലേ? ടോളത്തൊന്നും കത്തിക്കല്ലേ? അല്ലല്ല, താടിയില്ലല്ലോ അത് മറ്റേ ഇടയ്ക്ക് ఫైర్ కదా. వైల్డ్ ఫైర్. ഓ, IMAX 3D 4DX 3Dയും 4DXിലൊക്കെ ഉണ്ട്. ഇരിക്കാൻ സമ്മതിക്കില്ല. 4DXൊക്കെ ആണെങ്കിൽ ഇരുട്ട് കുലുക്കി ഒരു നാശമാക്കുന്നു. ഇതിപ്പോൾ കണ്ടാൽ ഇപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ ആയില്ലേ. അതായത് മറ്റേ സിനിമാറ്റോഗ്രാഫർ ഫസ്റ്റിനേക്കാളും കുറെ കൂടി പ്രൊഡക്ഷൻ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഫണ്ട് ഇറക്കിയിട്ടുള്ളൂ. അത്ര ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. കാര്യം ഇതിന് ഇപ്പോൾ ഇവർ എയിം ചെയ്യുന്ന തന്നെ ഒരു എനിക്ക് വലിയ പടങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞ പേടിയാണ്. ജാപ്പനീസ് ഒക്കെ ആൾക്കാർ നമുക്ക് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട. കാര്യം നമ്മൾ ചുമ്മാ പോയിരുന്ന കുറച്ചധികം ലൊക്കേഷൻസ്, ക്യാരക്ടേഴ്സ് ഇല്ല, എന്നാലും കുറച്ചധികം ലൊക്കേഷൻസും അല്ല പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഉണ്ട്. ജഗതിബാബുവിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. അത് സ്റ്റോറി എലമെന്റ് ആയിട്ടാണോ അതോ പാട്ടിന്റെ ഷോർട്സ് അങ്ങനെ എന്താണെന്ന് അറിയില്ല. ശ്രീലീലയുടെ പാട്ട് കുറെ ഹൈപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേ അതിപ്പം അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ എലമെന്റ് ആണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പേടിയുള്ളൂ. അതായത് ഈ ശബ്ദം ഫൈനൽ ഔട്ട്പുട്ടിൽ ശബ്ദമലിനീകരണം അത് ശ്രദ്ധിക്കണം. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സുകുമാർ സുകുമാറിനെ കുറെ കൂടെ വിശ്വസിക്കാം. DSP പിടിച്ചാൽ മതിയല്ലോ. അല്ല അത് ശരിക്കും സൗണ്ട് ഇവരുടെ പ്രശ്നമല്ല. അത് മറ്റേ മിക്സ് ചെയ്യുന്ന കഴിയുമ്പോൾ ഇവർ കൊടുക്കുന്ന എല്ലാ ബീജത്തിലും കുറച്ച് വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പടത്തിനേക്കാളും എല്ലാ ബീജത്തിലും കുറച്ച് ട്വീക്കിംഗ് ഉണ്ട്. വലിയ പടങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഏതായാലും വരട്ടെ.
പക്ഷെ ഫഹദിനകത്ത് കുറച്ച് സാധനം ചെയ്തു. അതെ, ഫഹദിന് കുറച്ചുകൂടെ കൂടുതൽ കുറച്ച് ഫൈറ്റ് സാധനമൊക്കെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്നു. കാര്യം ഫസ്റ്റ് പാർട്ടിൽ പുള്ളിക്കാരൻ കുറച്ചല്ലേ ഉള്ളായിരുന്നു, അത് പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാവും എന്നാണ്. കാരണം ബാക്കി എല്ലാവരും പേടിക്കുന്നത് ഫഹദിന് മാത്രമേ ഉള്ളൂ പുഷ്പ പേടിയില്ലാത്തത്. അതാണല്ലോ പടത്തിൽ. അതിനാരെയും പേടിയില്ല. ലാസ്റ്റ് സീനകത്ത് മാത്രം ആ ടോണില്ലേ, കലിപ്പ് ടോണല്ലേ, ഇതിന് കുറച്ചുകൂടെ ഫണ്ണായി പോയതല്ലേ. അത് മറ്റേ ഫസ്റ്റ് പാർട്ടിൽ ഇവരുടെ ഫസ്റ്റ് മീറ്റിംഗ് അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പാപ്പട എൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഇനി നിന്നെ തട്ടാതെ ഞാൻ അടങ്ങിയിരിക്കും. അപ്പൊ തട്ടാതെ അടങ്ങിയിരിക്കാന്ന് വെച്ചാൽ ഇനി അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നീ 10 താഴ്ത്തുമ്പോൾ നിന്നെ അടിക്കും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണ് ഇങ്ങനെ പടം നിൽക്കല്ലേ രണ്ടുപേരുടെ. ഇല്ല ഇവർക്ക് രണ്ടുപേരും അടിച്ചാൽ തീരും പ്രശ്നം. രണ്ടുപേരും അടിച്ച് അതിൽ ചത്താ തീരും. അത്ര തേർഡ് പാർട്ടില്ലേ, അതുകൊണ്ട് സെക്കൻഡ് പാർട്ടി തീർക്കാൻ പറ്റത്തില്ല. ഇനിയുണ്ടോ തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പുഷ്പ 3 ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, അത് ആക്ച്വലി ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചധികം വർക്ക് ചെയ്ത പടമാണെന്ന് തോന്നുന്നു അല്ലേ. കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. അതെ, എന്നാലും ഇനി എന്താവുമെന്ന് കണ്ടറിയാം. ഭയമുള്ള വലിയ പടങ്ങളിലുള്ള മെയിൻ സാധനം എഡിറ്റിങ്ങും. അതെ, അതായത് ആൾക്കാർക്ക് ക്ഷമയില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്പീഡിൽ അടിച്ചു വിടുന്ന ആ പരിപാടിയൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ ഒരു ക്ഷമ കാണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ സ്ഥിരം വലിയ പടങ്ങളിലുള്ളൊരു സംഗതിയാണ്, വേറൊരു കഥാപാത്രം വന്നിട്ട് ഈ കഥ പറയും. പുഷ്പ ഇപ്പം എവിടെയാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ജപ്പാനിൽ നിൽക്കുന്ന ഒരു പടപട ഷോട്ട്, യൂറോപ്പിൽ നിൽക്കുന്ന കുറെ വൻ തരികിട നടത്തുന്നു. ഇല്ല, അത് എൻഡിങ് ആയിരിക്കും. തേർഡ് പാർട്ടിന് വേണ്ടി എൻഡിങ് ചെയ്യുമ്പോൾ അങ്ങനെ വെക്കാതുള്ളത്. അല്ല, ആരാ വരുന്നത് അറിയോ? പ്രകാശ് രാജ് വരും. ആരെങ്കിലും ജഗതിബാബുനെ കണ്ടില്ലേ? ജഗതിബാബുവിന് കഥ പറയാം. ആരെങ്കിലും വെറൈറ്റി കഥ പറയാൻ. പുഷ്പ ഫയർ അല്ലടാ, പുഷ്പ ഫ്ലവർ ആടാ. ഞാൻ കുറെ നാളായി അത് അമ്മ സെൽഫ് റോൾ അടിച്ചിട്ടുണ്ട്. ക്ലാസ് ഡയലോഗ്, ട്രെയിലറിന്റെ ക്ലാസ് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ടോൺ ഭയങ്കര ഡിഫറെന്റ് ആയി. അത്രയും നേരം കണ്ടിട്ടുന്ന ട്രെയിലറിൽ നിന്ന് ആ ടോൺ പടത്തിലായിരിക്കും, അത് കട്ടികളുള്ള സാധനമായിരിക്കും. അതുപോലെ പാർട്ടിൽ ഏതാ പുഷ്പ, അതിന് കൗണ്ടറായിട്ട് പാർട്ടി ഉന്തി പുഷ്പ എന്ന് പറയുന്നുണ്ട്. അതെ, പക്ഷെ എനിക്ക് ലുക്ക് ആൻഡ് ഫീൽ ഭയങ്കര രസമുണ്ട്. അത് തിയേറ്ററിൽ, ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണാനുള്ള വകുപ്പുണ്ട്. കോൺട്രാസ്റ്റും. അതെ, പുഷ്പ ഉൾപ്പെടെ നമ്മൾ തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ഇനിഷ്യൽ ഒരു ഇതുണ്ടായിരുന്നല്ലോ, നമുക്ക് ഇത് കാണാൻ തിയേറ്ററിലെന്ന് തോന്നിയിട്ട്. അത് ഇതിനുമുണ്ട്. അപ്പോൾ ഡിസംബർ 5-ാം തീയതിയാണ് റിലീസ്. 3D ഉണ്ട്, 4DX ഉണ്ട്, പിന്നെ IMAX ഫോർമാറ്റിലുണ്ട്. ഏത് വേണമെങ്കിലും കാണാം. ഗംഭീര പടമാണെന്ന് അറിയുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് 4DX-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. അല്ല, ശരിക്കും നമ്മൾ ഇന്ത്യൻ പടം 4DX കണ്ടു. ഞാൻ മറ്റേ ഫൈറ്റർ 4DX കണ്ടിട്ടുണ്ട്, 4DX 3Dയിൽ. ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ എന്താണ് ഇതിന്റെ 4DX എലമെന്റ് എന്ന് അറിയില്ല. അത് പടം നല്ലൊരു പടമാണെങ്കിൽ ഡെഫിനറ്റ്ലി 4DX കൂടെ കണ്ടു നോക്കാം. അല്ലെങ്കിൽ എന്തായാലും നോർമൽ 3D ഉണ്ടെന്നല്ലേ. കുറെ സാധനം ഇങ്ങനെ നേരെ വന്നപ്പോ എനിക്ക് 3D ആണോന്ന് ഡൗട്ട് അടിച്ചു. അപ്പം 3D ആയിരിക്കും ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി 3D ഉണ്ടെങ്കിൽ 3D തന്നെ കാണണം നമുക്ക്. അതെ, എന്തായാലും ഡിസംബർ 5 അറിയാം, 5 അറിയാം. ഫസ്റ്റ് നിങ്ങൾ ഏത് ഭാഷയിലുണ്ട്? ഞാൻ മലയാളത്തിലും കണ്ട്, തെലുങ്കിലും കണ്ടായിരുന്നു. തെലുങ്കിൽ പിന്നെ പ്രിന്റ് വന്നപ്പോഴാണ് കണ്ടത്. എനിക്ക് ആക്ച്വലി ഫസ്റ്റിന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മലയാളം ഡബിങ് ഉള്ള മൂഡല്ല തെലുങ്ക് ഡബിന്. എനിക്ക് വന്ന ആ ഒരു റീസൺ ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് തെലുങ്ക് കാണണമെങ്കിൽ നമ്മൾ കൊച്ചി പോകേണ്ടി വരും. സബ്ടൈറ്റിൽ വായിച്ച് അത് തന്നെ അവിടെ ചെന്ന് തെലുങ്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സബ്ടൈറ്റിൽ വാങ്ങിക്കേണ്ടി വരും നമ്മൾ ഇടയ്ക്കൊക്കെ. അത് കുഴപ്പമില്ല, നമുക്ക് ഊഹിക്കാവുന്ന ലൈൻ ഓഫ്. അതെ, അത്ര ഡയലോഗ്സ് ഒക്കെ കാണത്തുള്ളൂ. പഞ്ച് ഡയലോഗിന് പഞ്ച് കാണത്തില്ല നമ്മൾ വായിച്ചു വരുമ്പോൾ. പഞ്ച് കാവാലി. അപ്പോൾ ഏതായാലും ഡിസംബർ 5-ാം തീയതി FTFS പുഷ്പ 2 ദ റൂൾ